ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടായിരുന്നു, എന്നാൽ ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞത് മഹാനായ BR അംബേദ്കർ. തൻ്റെ ജീവിതത്തിലുടനീളം ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ധീരമായി പോരാടിയ മഹാനായിരുന്നു അംബേദ്കർ. രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. അംബേദ്കർ അമിത്ഷായ്ക്ക് പരിഹസിക്കാനുള്ള ഒരു വ്യക്തിത്വം മാത്രമാണ്. BR അംബേദ്കറാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ അംബാവാടി ഗ്രാമത്തിൽ ജനിച്ച BR അംബേദ്കർ അക്കാലത്ത് അഹിംസവും തൊട്ടുകൂടായ്മയും ഉയർന്ന ജാതിക്കാരുടെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെല്ലാം അതിജീവിച്ചാണ് നിസ്വർഗത്തിൻ്റെ പോരാളിയായി മാറിയത്. സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമല്ല, ബ്രാഹ്മണ്യത്തിൽ നിന്ന് കൂടിയാവണമെന്ന് അംബേദ്കർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ബ്രാഹ്മണ്യത്തിനെതിരെ ധീരമായി പോരാടി. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിരുന്നു അംബേദ്കർ, ആദ്യത്തെ നിയമമന്ത്രി. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അംബേദ്കർ പരാജയമായിരുന്നു. 1956 അംബേദ്കർ അന്തരിച്ചു. പക്ഷേ അംബേദ്കർ ഇന്നും നീതിക്കും തുല്യതയ്ക്കും അധസ്ഥിത വർഗത്തിൻ്റെ മോചനത്തിനും വേണ്ടി പോരാടുന്നവർക്കെല്ലാം ഊർജമാണ്, ആവേശമാണ്. പക്ഷേ അംബേദ്കർ രാജ്യം ഭരിക്കുന്നവർക്ക് പരിഹസിക്കാനുള്ള ഒരു വ്യക്തിത്വമാണ്. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. संविधान नहीं चलेगा, नहीं चलेगा, नहीं चलेगा. अमित शाह माफी मांगो, माफी मांगो, माफी मांगो. अमित शाह माफी मांगो, माफी मांगो, माफी मांगो. जय 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 भीम, जय भीम, जय भीम. जय 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 भीम, जय भीम, जय भीम. ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ചർച്ചയിൽ മറുപടി പറയുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്തും ഈ അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവങ്ങളെ സ്തുതിച്ചാൽ അതിന് പുണ്യം കിട്ടും, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാം. അതൊരു അംബേദ്കറെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ്. ഒളിഞ്ഞും തെളിഞ്ഞും അംബേദ്കറെ നിഷേധിക്കുക എന്നുള്ളൊരു സമീപനം അവർ സ്വീകരിക്കുകയാണ്. കാരണം ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കെതിരായിക്കൊണ്ടാണ് അംബേദ്കർ ജീവിതകാലം മുഴുവൻ പൊരുതിയത്. ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അംബേദ്കറെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അംബേദ്കർ ചിന്തകളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ കാണുന്നു. അംബേദ്കറുടെ ഫോട്ടോയും വെച്ചാണ് BJP MPമാരുടെ പ്രതിഷേധം. BJPക്കാർ ഇനിയെങ്കിലും അംബേദ്കറുടെ ചരിത്രം വായിക്കണം. തൻ്റെ ജീവിതത്തിലുടനീളം അംബേദ്കർ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തിരുന്നു. എനിക്കൊരു സംശയവുമില്ല, ബ്രാഹ്മണരും അബ്രാഹ്മണരും ഒരുമിച്ചിരുന്ന് ബീഫ് കഴിക്കുന്ന ഒരു കാലം വരും. ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്, എന്നാൽ ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ടായിരിക്കില്ല. ബ്രഹ്മാവിലോ വിഷ്ണുവിലോ ശിവനിലോ എനിക്ക് വിശ്വാസമില്ല. ഇവരെയൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. 1927 ഡിസംബർ 25 ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യുന്നതിനായി BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. 1956 ഒക്ടോബർ 14 അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ചു. 3,65,000 ദളിതരോടൊപ്പം അംബേദ്കർ ബുദ്ധമതത്തിൽ ചേർന്നു. മനുസ്മൃതി കത്തിച്ച അംബേദ്കറുടെ ഫോട്ടോ പതിച്ച്
BJP MPമാർ നടത്തുന്ന ഈ പ്രകടനമാണ് 2024 ഏറ്റവും വലിയ തമാശ. അമിത്ഷാ എത്രത്തോളം ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയാണ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തതെന്നുള്ളത് ഈ ലോകം മുഴുവൻ കണ്ടതാണ്. മാത്രമല്ല അംബേദ്കറിനെ ഒരു പരിഹാസി കഥാപാത്രം പോലെയാണ് ആക്കിയത്. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. അംബേദ്കർ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തിന് മോദി ഭരണത്തിൽ എന്ത് സംഭവിച്ചു? മോദി സർക്കാർ പട്ടിക വിഭാഗങ്ങൾക്കായുള്ള തൊഴിലവസരങ്ങൾ ഗണ്യമായി വെട്ടിക്കുറച്ചു. ഉന്നത സ്ഥാനങ്ങൾ ഉയർന്ന ജാതിക്കാരുടേത് മാത്രമായി. രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി തന്നെ അംബേദ്കറെ പരിഹസിക്കുമ്പോൾ അംബേദ്കറുടെ വാക്കുകളും നിലപാടുകളും കൂടുതൽ പ്രസക്തമാവുകയാണ്. जय भीम जय जय भीम